നായകരിൽ വന്നിട്ട് വെള്ളച്ചാട്ടം മാത്രം കണ്ട് നിങ്ങൾ തിരിച്ചു പോരുത്. നായകരിലും മറ്റ് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ കാണാം. വെൽക്കം ടു വീഡിയോ. നയാഗ്ര ഫാൾസ് ശരിക്കും 3 ഭാഗമായിട്ടാണ് വീഴുന്നത്. അതിൻ്റെ വലിയ ഭാഗം കാനഡയിലും ബാക്കി 2 ഭാഗങ്ങൾ അമേരിക്കയിലുമാണ്. നമ്മുടെ ബാക്കിൽ ഇപ്പോൾ കാണുന്നതാണ് അമേരിക്കൻ ഫാള്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ നിന്ന് അമേരിക്കക്കാരെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നത്. അത് ബോട്ടിൽ പോകാനാണ്. അവർ നിട്ടേക്കുന്നത് നീല കോട്ടാണ്. അപ്പോൾ ഒരു ബോട്ടിൽ പോകുമ്പോൾ നീല കോട്ടാണ് ഇടുന്നത്. നമുക്ക് കാനഡയിൽ നിന്നും ബോട്ടിൽ പോകാൻ പറ്റും. ഇവിടെ നിന്ന് ഇടുമ്പോൾ ചുമന്ന കോട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബോട്ടിലൊന്ന് പോയി നോക്കാം. ശരിക്കും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. ആൾക്കാരൊക്കെ തൂങ്ങി പോകണുണ്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ഗാർഡനും ഒരു ചെറിയ നടക്കാനുള്ള ഒരു പാർക്കും ഉണ്ട്. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലുള്ള ഈ പാർക്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറേ ബൈനോക്കുലേഴ്സ് വെച്ചേക്കുന്നത്. അതിനകത്ത് കോയിനിട്ട് നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടം സൂം ചെയ്ത് കാണാൻ പറ്റും. ശരിക്കും ഈ വെള്ളം വീഴുന്നത് വളരെ സൂമായിട്ട് നമുക്ക് അടുത്ത് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നമുക്ക് 3 ഫാൾ ഒരുമിച്ച് കാണാൻ പറ്റും. ഇത് അമേരിക്കൻ ഫാള്, ഇത് ബ്രൈഡൽ വെയിൽ ഫാള്, അത് കാനഡിയൻ ഫാള്. ഇതേ പാലം കണ്ട, ആ പാലത്തമ്മ കൂടെ നമുക്ക് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകാൻ പറ്റും. ഇനി നമുക്ക് മെയിൻ ഫാളിലേക്ക് പോകാം. അവിടെ ഒരു മഴവില്ലുണ്ട്. 2 മഴവില്ല്. ഇവിടെ നോക്കിയാൽ നല്ല വെയിലുള്ള സമയത്ത് നല്ല മഴവില്ലൊക്കെ കാണാൻ പറ്റും വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ. അതൊരു അടിപൊളി കാഴ്ചയാണ്. ചിലപ്പോൾ 1-2 മഴവില്ലൊക്കെ കാണാൻ പറ്റും. ശരിക്കും ഈ കാനഡിയൻ ഫാൾ നമുക്ക് അതിൻ്റെ ഏറ്റവും അടിയിൽ പോയി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പാറ തുളച്ച് അടിയിലേക്കൊരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ താഴേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. And the other tunnel leads this too to your observation deck. So once I give you your poncho as you leave, by then you should have it on, okay? Because it does get quite wet. നമ്മളിപ്പോൾ ഈ തുരങ്കത്തിൽ കൂടെ പാണ്. പിന്നെ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്. കോഴ്സ് വേണ്ട. ഇപ്പൊ താഴേക്ക് കിടന്നു പോകണം. താഴെ എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര രക്ഷയില്ലാത്ത ഷോട്ടാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പയ്യെ പോവാണ്, പയ്യെ കയറി പോവാണ്. ഇവിടെ
അടുത്ത സ്ഥലത്തേക്ക് പോകാം. നനഞ്ഞ് കുളിച്ചൊരു പരിപാടി. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്തുനിന്നുള്ളൊരു കാഴ്ചയാണ് ഇത്. നമുക്ക് കനേഡിയൻ ഫാൾസ് താഴേക്ക് വീഴുന്നത് മേളിൽ നിന്ന് തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റും. നയാഗ്രയിൽ ഓരോ സ്റ്റേറ്റിലും കുറേ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഉണ്ട്. നമുക്കപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോയാലോ. ഞങ്ങളൊരു കടയിൽ കയറാമാണ്. കിടിലൻ സാധനമായിട്ട് മൊത്തം നല്ല രസമാണ്. മുസ്ലിംസ് നമസ്കരിക്കണ മുസല്ല എന്നൊരു സംഭവമൊക്കെയാണ്. നിങ്ങളൊരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ എല്ലാ സാധനത്തിലും ഒരു കണ്ണ് പോലത്തെ ഒരു സാധനമുണ്ട്. ഇതൊരു ഉപയോഗിക്കുന്ന പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ണ് കിട്ടാണ്ടാക്കുന്ന സെറ്റപ്പില്ലേ, ഇങ്ങനെ നസാർ എന്ന് പറയണവർ ടർക്കിഷ് സംഭവമാണ് നസാർ. കൈച്ചയിലുണ്ട്, വെറും പിന്ന് വരെ ഉണ്ട്. ചളുങ്ങി ഷൂ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒട്ടകത്തിൻ്റെ തോലുകൊണ്ടുണ്ടാക്കിയ ഒരു ബാഗ് കാണിച്ചു തരാം. ഇതാണ് ഒട്ടകത്തിൻ്റെ തോലുകൊണ്ടുള്ള ബാഗ്. ഇത് മൊത്തം ഹാൻഡ് മെയ്ഡ് ബാഗുകളാണ്, ഒന്നും ബ്രാൻഡഡ് അല്ല, ഫുള്ള് ഹാൻഡ് മെയ്ഡ് ബാഗുകളാണ്. പിന്നെ ഈ സ്ട്രീറ്റിൽ കുറേ ആർട്ടിസ്റ്റുകൾ ഇരുന്ന് പടം വരയ്ക്കുന്നുണ്ട്. പിന്നെ ഈ സ്ട്രീറ്റിലൂടെ ചുമ്മാ നടക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ സ്റ്റാച്യൂസും കുറേ വെറൈറ്റി ബിൽഡിങ്ങുകളും കുറേ അടിപൊളി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിലൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ്. പേടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കയറി പേടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് ഹോണ്ടഡ് ഹൗസുകളുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണത്തിൽ കയറി. നയാഗ്രയിൽ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ ഒരു ബിൽഡിംഗ് ആണ്. കണ്ട കിങ് കോങ്ങിൻ്റെ മുകളിലിരിക്കുന്നുണ്ട്. പിന്നെ ഇതേ ഒരാൾ ചാടി രക്ഷപ്പെടുന്ന സൈഡിൽ കൂടെ. അപ്പം അങ്ങനെ ഒരു വെറൈറ്റി ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും കയറാൻ ഇഷ്ടപ്പെടുന്നൊരു റൈഡുണ്ട്, സ്കൈ വീല്. അതിൻ്റെ താഴെയായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ജുറാസിക് വേൾഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കൈ വീലിൻ്റെ പരിസരത്തായിട്ട് കുറേ പബ്ബുകളും ബാറുകളും റെസ്റ്റോറൻറ്റുകളും ഗെയിം സെൻറ്ററുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ വാക്സ് മ്യൂസിയം. പിന്നെ സ്ട്രീറ്റിൽ ഇങ്ങനെ ഓരോ പരിപാടികൾ അവതരിപ്പിക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. രാത്രിയാകുമ്പോൾ നയാഗ്രയ്ക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. സ്കൈ വീല് മൊത്തം ലൈറ്റൊക്കെ വീഴും. പിന്നെ പരിസരത്ത് മൊത്തം ലൈറ്റൊക്കെ ചെയ്ത് ഒരു പ്രത്യേക ഒരു ആംബിയൻസ് തന്നെയാണ്. നയാഗ്രയിൽ വന്നിട്ട് സ്കൈ വീല് കയറാതെ പോയ ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്കൈ വീലൊന്ന് കയറി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സാധനത്തിലേക്ക് കയറാമാണ്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഈ ഒരു സ്ഥലത്താണ്, ഈ ഗെയിം സെൻറ്ററിൽ. ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കാനും സന്തോഷിക്കാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ ഗെയിം സെൻറ്റർ. പിന്നെ അത് ഒരുപാട് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിമുകളുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ നയാഗ്ര വിടാണ്. നമ്മൾ നയാഗ്ര ഫുള്ള് കണ്ട് എല്ലായിടത്തും പോയി എല്ലാ സെറ്റപ്പും ചെയ്തു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, പിന്നെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഇങ്ങനത്തെ അടിപൊളി ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ബൈ.